മൂന്നാം സീറ്റിൽ നിലപാട് കടുപ്പിച്ച് ലീഗ്. കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ മാതൃഭൂമി ന്യൂസിനോട്. UDF യോഗം ബഹിഷ്കരിക്കണമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും വരെ നിർദ്ദേശങ്ങളുണ്ട്. അനുനയത്തിന് നാളെ വീണ്ടും യോഗം നടക്കാനിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് CPM ഇടപെട്ടു തുടങ്ങി. ലീഗിനെ കോൺഗ്രസ് പരിഹസിക്കുകയാണെന്ന് EP ജയരാജൻ. കോണി മാറ്റിച്ചാരുമോ? മൂന്നാം സീറ്റിൽ മുന്നണി ഉലയുമോ? കോൺഗ്രസിൽ അഭിപ്രായ ഐക്യമില്ലേ? CPM-ന്റെ താല്പര്യമെന്ത്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഡോക്ടർ ഫസൽ ഗഫൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ; ശ്രീ ഇക്ബാൽ വാവാട്, രാഷ്ട്രീയ നിരീക്ഷകൻ; അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPM-ൽ നിന്ന്; കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് VR അനൂപ്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് VR അനൂപ്, ഇടതുമുന്നണിയിൽ നിന്ന് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടത്. UDF-ന് പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത് ലീഗുമായുള്ള ചർച്ചകൾ എവിടെയും എത്തി നിൽക്കാത്തത് കൊണ്ടാണ്. ലീഗ് കോൺഗ്രസിന് മുന്നിൽ ഒരു അന്ത്യശാസനം വെച്ചിട്ടുണ്ടോ ഈ മൂന്നാം സീറ്റ് സംബന്ധിച്ച്? അങ്ങനെയൊന്നും അതിനെ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലാ കാലത്തും UDF-ൽ സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്നില്ല. UDF-ൽ കുറച്ചുകൂടി ചർച്ചകൾ, സമവായ ശ്രമങ്ങളൊക്കെ നടന്നതിന് ശേഷം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യാറില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ K. മുരളീധരനെ പോലൊരു നേതാവ്, മുസ്ലിം ലീഗിനെ അടുത്തറിയുന്ന, മലബാർ പ്രവർത്തന കേന്ദ്രമാക്കിയുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു, മുസ്ലിം ലീഗിന് 3 അല്ല അതിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും CPI പോലൊരു പാർട്ടിക്ക് 4 സീറ്റുകൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം ഒരു അതിവാദമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിന് അത് കൂടുതൽ ചോദിക്കാനുള്ള അവകാശവാദമുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പാർട്ടി 1ാം UPA മന്ത്രിസഭയിൽ അഹമ്മദ് സാഹിബ് മന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് 1 അംഗം മാത്രം മുസ്ലിം ലീഗിനുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ ആളെണ്ണത്തിൻ്റെ വലിപ്പത്തിലല്ല കോൺഗ്രസ് എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുള്ളത്. പല ഘടകകക്ഷികളും, കേരള കോൺഗ്രസ് M ജോസ് കെ മാണി മന്ത്രിയായ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ വന്നിട്ടില്ല. അഹമ്മദിനെ പോലൊരാളെ കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുകയും വളരെ തന്ത്രപ്രധാനമായ വിദേശകാര്യ വകുപ്പിൻ്റെ സഹകാര്യമന്ത്രിയായി അദ്ദേഹത്തിന് ചുമതല കൊടുക്കുകയും ചെയ്തൊരു പാരമ്പര്യമുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗിന് സ്വാധീന ശക്തിയുണ്ട്, മുസ്ലിം ലീഗിന് രാഷ്ട്രീയ ശക്തിയുണ്ട് എന്നത് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പ്രവർത്തന പാരമ്പര്യം. 2 MP-മാരുള്ള മുസ്ലിം ലീഗ് പലപ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർ നടത്തിയൊരു പ്രകടനത്തിൻ്റെ വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. GM ബനാത്വാലയെ പോലൊരാൾ 1986-ൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു സ്വകാര്യ ബിൽ രാജീവ് ഗാന്ധി ഏറ്റെടുത്തിട്ടാണ് പിന്നീട് ശരീഅത്ത് ബില്ലാവുന്നത്. അപ്പോൾ വിശേഷണങ്ങൾ ഏറെയാണ്, ലീഗിന്റെ വലിപ്പം പറച്ചിലേറെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. നിങ്ങളുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിങ്ങളുടെ K. മുരളീധരൻ, എല്ലാവരും ലീഗിനെ പുകഴ്ത്തുമ്പോൾ വാക്കുകളുടെ ഒരു ഘോഷയാത്രയാണ്. പക്ഷെ സീറ്റ് മാത്രമില്ല എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ കോൺഗ്രസ് ലീഗിനെ എങ്ങനെ പരിഗണിച്ചു എന്നതിനപ്പുറത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിന്റെ കർശന സ്വഭാവം എന്താണ് എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. കോൺഗ്രസിന്റെ താല്പര്യമോ പരിഗണനാ രീതിയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലീഗ് പക്ഷേ 3ാം സീറ്റിൽ ഉറച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീർ സംസാരിക്കുമ്പോഴൊക്കെ അതിൽ അവർക്കൊരു പിന്നോട്ട് പോക്കുമില്ല, ഒരു ആശയക്കുഴപ്പവുമില്ല. 3 സീറ്റ് അല്ലെങ്കിൽ കടുത്ത നടപടി എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി, ഏത് പാർട്ടി ആയാലും മുന്നണി രാഷ്ട്രീയത്തിൽ അവരുടെ ക്ലെയിം ഉന്നയിക്കുമ്പോൾ വളരെ ശക്തമായി തന്നെ ഉന്നയിക്കും. 3 സീറ്റ് വേണമെന്നത് മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡാണ്. അവരത് പരസ്യമായി പ്രഖ്യാപിച്ചു. അതിലെന്താണ് തെറ്റ്? UDF-ൽ അങ്ങനെ ഒരു അടിമ ഉടമ ബന്ധത്തിൽ അധിഷ്ഠിതമായൊരു മുന്നണിയാണോ? ശ്രേയംസ് കുമാറിനെ പോലെ ഒരാളെ മുന്നണിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം അപമാനിക്കുന്ന സമീപനം ഇവിടെയില്ല. മുസ്ലിം ലീഗ് അവരുടെ കൃത്യമായ ക്ലെയിം മുന്നോട്ട് വെച്ചു. ആ ക്ലെയിം മുന്നോട്ട് വയ്ക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. പിന്നീട് അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ അത് സീരിയസ് ആയിട്ടല്ല ഉന്നയിക്കുന്നതെന്ന് അവർ പറയണോ? അവർ തീർച്ചയായും, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് അതിനെ പരിഗണിച്ച രീതി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. കാരണം
3 സീറ്റിൽ കൂടുതൽ 3 സീറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ലീഗിനുണ്ട് എന്ന് മാത്രമല്ല, ഒരു സീറ്റുള്ള മുസ്ലിം ലീഗിനെയും കോൺഗ്രസ് പരിഗണിച്ച ഒരു രീതിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അഹമ്മദിനെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ അവിടെ മറ്റ് എല്ലാ പാർട്ടികൾക്കും യു പി എയുടെ ഭാഗമായ ഏകാംഗ പാർട്ടികൾക്കൊന്നും മന്ത്രിസഭയിൽ ഇടം കിട്ടിയിട്ടില്ല. കേരളത്തിൽ തന്നെ പിന്നീട് കേരള കോൺഗ്രസിന് 2ാം യു പിയിൽ ഇടം കിട്ടിയിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് കേവലം എണ്ണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ നമ്മൾ അഹമ്മദിന്റെ കാര്യമോ മുൻപ് എത്ര സീറ്റിൽ മത്സരിച്ചു എന്നുള്ളതോ നേരത്തെ ഇ പി ജയരാജൻ പറയുന്നുണ്ടായിരുന്നു. 10 ആണ്ടുകൾക്ക് മുൻപ് ലീഗിന് അന്നും എം പി ഉണ്ടായിരുന്നു എന്നൊരു സാഹചര്യം. ആ ലീഗിനെയാണ് ഇപ്പോൾ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നൊക്കെ CPM മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളായുണ്ട്. അപ്പൊ ഇപ്പോൾ ലീഗ് ഈ നമ്പറിനെയാണ് പ്രധാനമായി കാണുന്നത് എങ്കിൽ കോൺഗ്രസ് അങ്ങനെ നമ്പറിന്റെ അടിസ്ഥാനത്തിലല്ല ലീഗിനെ പരിഗണിക്കുന്നത് എന്നൊരു സുഖിപ്പിക്കൽ വർത്തമാനം കൊണ്ട് അതിൽ കാര്യമില്ലല്ലോ. അല്ല, സുഖിപ്പിക്കലല്ലോ, അത് പറഞ്ഞത് വളരെ റിയാലിറ്റി അല്ലേ. ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത്. 1ാം യു പി എയുടെ സമയത്ത് ഒരംഗം മാത്രമുള്ള അഹമ്മദ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. അപ്പുറത്ത് ലീഗിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, ലീഗിനത് ക്ലെയിം ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. CPI പോലൊരു പാർട്ടിക്ക് 4 സീറ്റ് കേരളത്തിൽ കൊടുക്കപ്പെടുമ്പോൾ ലീഗ് അതിനും എത്രയോ വലിയ പാർട്ടിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ എണ്ണം വളരെ പ്രധാനമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഇതുപോലൊരു കാലത്ത് ഒരു സംഘപരിവാർ അജണ്ടകൾ തീരുമാനിക്കുന്നൊരു കാലത്ത് ലീഗ് പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, GM ബനാത് വാലയെ പോലെ നേതാവ് അദ്ദേഹം അപ്പുറത്തൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അനിൽകുമാർ, പക്ഷേ CPM സാഹൂതം നിരീക്ഷിക്കുന്നു, ലീഗിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നു, ലീഗിനെ പരിഹസിക്കുകയാണെന്ന് ഇ പി ജയരാജൻ പറയുന്നു. ലീഗിന്റെ പഴയ പ്രാതിനിധ്യത്തെ പറ്റി അദ്ദേഹം നേരത്തെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഈ മുന്നണി ബന്ധം തകർക്കാനാകുന്നതെല്ലാം CPM ചെയ്യുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അതിൻ്റെ മുന്നണി ബന്ധം ശക്തിപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. UDFിൻ്റെ സംവിധാനത്തിൻ്റെ നട്ടല്ലായിരുന്നു ബഹുമാനപ്പെട്ട KM മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എം, ഇപ്പോൾ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടി. ലീഗ് കോൺഗ്രസ് ഇതൊരു ഇക്വേഷനായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും കൂടി ചേരുന്നൊരു ചേരുവയുണ്ട്. എത്ര ദുർഭരണം നടത്തിയാലും അടിസ്ഥാനപരമായി കുറേ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് ആവർത്തിച്ച് ഒന്നിടവിട്ട് തുടർഭരണം കിട്ടാതെ ഒന്നിടവിട്ട് അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത് എന്നൊരു പൊതുബോധ നിർമ്മിതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എഡ്ജ് UDF നേടിക്കൊണ്ടിരുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1967 ശേഷം CPMന് അതിൻ്റെ മുന്നണി സംവിധാനത്തിൽ ഏറ്റവും വലിയ മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. 1980 കേരള കോൺഗ്രസ് എമ്മും ആൻ്റണി കോൺഗ്രസും അടക്കമുള്ളൊരു മുന്നണിയായിരുന്നു LDFനുണ്ടായിരുന്നത്. അത് അല്പായുസായിരുന്നു. 82 ഇന്നത്തെ LDF UDF സംവിധാനം വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയാൽ LDF ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നണിയാണ്. CPM ഉണ്ട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPI എന്ന് പറയുന്നത് LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ്. ഇവിടെ ചില ആളുകൾ ചർച്ചയിൽ പറഞ്ഞു CPIക്ക് സീറ്റ് കൊടുത്തു. അങ്ങനൊന്നുമില്ല മുന്നണി നടക്കുന്നത്. ചർച്ച ചെയ്തിട്ട് CPMന് എല്ലാവരോടും കൂടി 15 സീറ്റ് തന്നു. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ CPIക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തതല്ല, ഞങ്ങൾ കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തതല്ല. LDF ഒരു പൊതു സംവിധാനമാണ്. അതിലാരും കൊടുക്കുകയും വാങ്ങുന്നവരില്ല, യജമാനന്മാരും ഭൃത്യന്മാരുമില്ല. അപ്പോൾ അത്തരത്തിൽ LDF നിൽക്കുമ്പോൾ എന്താ UDFിൻ്റെ അവസ്ഥ? ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഈ 6 സീറ്റിന് അവകാശമുള്ള UDF 2 സീറ്റിലായി നിന്നുകൊണ്ടിരുന്നത്? മുസ്ലിം ലീഗിന് പെട്ടെന്ന് ഇപ്പോൾ ഒരു ശക്തി വർദ്ധിച്ചോ? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ സഹയാത്രികൻ പറഞ്ഞു മുസ്ലിം ലീഗിന് 6 സീറ്റിന് അവകാശമുണ്ടെന്ന് മുരളീധരൻ വരെ പറഞ്ഞു. ആ അവകാശമുണ്ട്, പക്ഷേ എന്താ ഇത്ര നാളും കൊടുക്കാഞ്ഞത്? കൊടുക്കാതിരുന്നതിന് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പോയി മുന്നണി നിൽക്കാൻ അവർ വേണം. ഇതായിരുന്നു വാദം. അപ്പം ഞങ്ങൾ പാർലമെൻറ്റിലേക്ക്, നിയമസഭയിലേക്ക് നിങ്ങളൊക്കെ മത്സരിക്കുക കുറേ. ഇതാണല്ലോ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഇന്നലകളിലുള്ള ബന്ധം.
ഈ ബന്ധം മുറിഞ്ഞതെപ്പോഴാണ്? ബാബറി മസ്ജിദ് തകർത്തോടുകൂടി. ബാബറി മസ്ജിദ് 92 തകർക്കപ്പെട്ട ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF വിട്ടു. UDF വിട്ട് അവർ പരസ്പരം മാറി നിന്നിട്ട് പിന്നീടാണ് അവർ ഒരുമിക്കുന്നത്. ഒരു ചരിത്രഘട്ടമുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം 3ലേക്ക് അല്ലെങ്കിൽ 3ാം സീറ്റിലേക്ക് മുസ്ലിം ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നത് ലീഗ് ശക്തിപ്പെട്ടത് കൊണ്ടല്ല, കോൺഗ്രസ് ദുർബലപ്പെട്ടത് കൊണ്ടാണ്. ഈ കോൺഗ്രസ്സുകാർ വണ്ടി പിടിച്ച് ഡൽഹിയിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട 28 പാർട്ടികളും അവരുടെ ചെറുതും വലുതുമായ പ്രാതിനിധ്യത്തോടുകൂടി ഒരുമിച്ച് ഡൽഹിയിൽ പോയി അവരെല്ലാവരോട് കൂടിച്ചേർന്ന് BJPയെ പുറത്താക്കുന്ന ഒരു പുതിയ വിശാലമായ ഒരു സംവിധാനത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഉള്ളിടത്തോളം നിങ്ങളുടെ പങ്ക് വഹിച്ചു, ബാക്കി പാർട്ടികൾ അവരുടെ പങ്കും വഹിക്കും എന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി രാഷ്ട്രീയത്തിന്റെ തിരിച്ചറിവിന്റെ അടയാളമാണ് ലീഗിന്റെ പുതിയ അവകാശവാദം. ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്വാധീനം ലീഗിന് വർദ്ധിച്ചു. അതല്ല, പക്ഷേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എന്തുകൊണ്ടാണ് ലീഗിനെ കോൺഗ്രസ് പരിഹസിക്കുകയാണ് എന്ന് LDF കൺവീനർക്ക് തോന്നുന്നത്? അവിടെയാണ് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ്സുകാർ വിചാരിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന് വേറൊരു പോക്കടയില്ല. അതിന് കാരണം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്തിമ പ്രഖ്യാപനങ്ങളിലേക്ക് LDF വരികയാണ്. ഇപ്പോൾ കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി പ്രഖ്യാപിച്ചത് എത്രയോ ദിവസം മുമ്പാണ്. മറ്റു പാർട്ടികൾ അതിൻ്റെതായ പ്രോസസ്സിൽ നടക്കുകയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ എന്താ വ്യക്തതയുള്ളത്? LDF സംവിധാനമായി തുടരും. പിന്നെ ലീഗിന് പോക്കടയില്ലല്ലോ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത്, കോൺഗ്രസ് ഞങ്ങളോടെടുക്കുന്ന സമീപനം ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനേ മാർഗമുള്ളൂ. ആ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ. അങ്ങനെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഗിന് നിയമസഭയിൽ അംഗങ്ങൾ കാണും. ഇന്നത്തെ UDFൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസും ലീഗും ഒരുമിച്ച് മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നിയമസഭയിൽ അംഗങ്ങളെ കിട്ടൂ. അതേസമയം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാവുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല. ഇത് ലീഗിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ദേശീയമായും സംസ്ഥാന തലത്തിലും എത്രത്തോളം ക്ഷീണിച്ചു പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാട്. അത് കോൺഗ്രസിനെ തുറന്നു കാട്ടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് മുസ്ലിം ലീഗാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു, നിങ്ങളെ എല്ലാവരും ഉണ്ടാകണം കേട്ടോ, ആ കൊടി കയ്യിലെടുക്കരുത്. അപ്പോൾ ലീഗുകാർ തീരുമാനിച്ചു, കൊടിയില്ലാതെ വന്നേക്കാം, രാഹുൽ ഗാന്ധിക്ക് വിഷമം വരണ്ട. ഇത്തവണ എന്താ ലീഗുകാർ പറയുന്നത്? രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരണ്ട. കാരണം എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയം വേറെയാണ്. ഈ അടിസ്ഥാനത്തിൽ UDFിൽ ചെന്നുപെട്ട പ്രതിസന്ധിയും കോൺഗ്രസിന്റെ ദൗർബല്യവും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ലീഗ് അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു പ്രാതിനിധ്യം UDFിൽ വേണമെന്ന് പറയുന്നത്. CPM പരിഹസിക്കുന്നു എന്ന് കരുതണ്ട. ശ്രീ ഫസൽ ഗഫൂർ, ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് പോലും അണികളുടെ വലിയ വികാരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് 3ാം സീറ്റ് ചോദിച്ചു, ഇനി അത് കിട്ടിയില്ല എങ്കിൽ അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാകും എന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെ അമർഷത്തോടെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എങ്കിൽ കോൺഗ്രസിന് ലീഗ് വോട്ടുകൾ വീഴുമെന്ന് എന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ ഇനി അഥവാ വഴങ്ങിക്കൊടുത്ത് 3ാം സീറ്റ് കൊടുത്താൽ അത് കോൺഗ്രസിന് ലീഗിന് മുന്നിൽ അടിയറവ് വെച്ചു എന്നൊരു അപമാനം കോൺഗ്രസ് അണികൾക്കിടയിൽ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിലും ഒരു മുന്നണി എന്ന രീതിയിൽ മത്സരിച്ചാൽ ലീഗിന് കോൺഗ്രസ് വോട്ടുകൾ വീഴുമെന്ന് എന്താണ് ഉറപ്പ് എന്നൊരു വലിയ ആശയപ്രശ്നം ഇവർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? അല്ല, ആദ്യം തന്നെ ലീഗിന് UDFിന്റെ വോട്ടൊന്നും വലിയ ആവശ്യം, കോൺഗ്രസിന്റെ വോട്ടൊന്നും വലിയ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് കണക്ക് നോക്കിയിട്ട് ഞാൻ പഠിച്ചു നോക്കിയിട്ടുള്ളതാണ്. 14 സീറ്റിൽ ഒറ്റയ്ക്ക് ലീഗ് കേരളത്തിൽ. ചിലപ്പോൾ കൂടുതൽ 3-4 സീറ്റ് എല്ലാവർക്കും കൂടുതലായിട്ട് കിട്ടാൻ പോകണു. ഏതായാലും ഭരണത്തിലില്ലല്ലോ, പിന്നെ അത് വേറെ വിഷയമാണ്. ഇത് അസംബ്ലിയുടെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഒരു അനാവശ്യമായിട്ട് ഇപ്പോൾ ചർച്ച വേറെ രീതിയിലോട്ട് UDF തിരിച്ചുവിട്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട്. അത് പറഞ്ഞു വരണം എന്താ വെച്ചാൽ, പുതിയാപ്പിള കൊള്ള എല്ലാം കൊണ്ടൊക്കെ കുഴപ്പമില്ല, പക്ഷെ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂല എന്നുള്ളൊരു മട്ടിലാണ്. അതായത് ഞാൻ പറയട്ടെ, ഇത് ഇൻഡയറക്ട്ലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോക്ക്, ലീഗിന് 3ാമത്തെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വർഗീയ ചേരിതിരിവ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഉള്ളിലൂടെ പോകുന്ന വികാരം അതാണ്.
കോൺഗ്രസിന്റെ ഭരണ നല്ല കാലഘട്ടത്തിൽ മുഴുവനും കോൺഗ്രസിൽ നമുക്കറിയില്ല, എ കെ ആന്റണി തൊട്ടിട്ട് നമ്മുടെ പി.ടി. ചാക്കോ തൊട്ട് താഴത്ത് വരെയുള്ള എല്ലാ നേതാക്കന്മാരും ക്രിസ്ത്യാനികളായിരുന്നല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മൻചാണ്ടി, പി.സി. ചാക്കോ, എ കെ ആന്റണി, നമ്മെ നയിക്ക്. അതിനെതിരായിട്ട് എം.എ. ജോൺ, കോൺഗ്രസ് തിരുത്തൽവാദികൾ, എന്തൊരു വാദികളാണ് അവർ, മനസ്സിലായത്. അപ്പോൾ അന്നൊന്നും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ കണ്ടിരുന്നത്. മാത്രമല്ല ലീഗ്, ഇതെല്ലാം എൻ്റെ ഓർമ്മയെന്ന് പറയണേ, ഞാൻ കമ്പ്യൂട്ടർ നോക്കി പറഞ്ഞതല്ല, എൻ്റെ ഓർമ്മ ശരിയാണ്. ഇ അഹമ്മദ് സാഹിബിനെ മന്ത്രിയാക്കുമ്പോൾ അവരുടെ അടുത്ത് വേറെ ആളുണ്ടായിരുന്നില്ല, മന്ത്രിയാക്കാൻ യോഗ്യനായിട്ട് ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അല്ലാതെ ഒരു ഔദാര്യമായിട്ട് അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല. അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവും അന്ന് സിറ്റിംഗ് സീറ്റുള്ളതും അദ്ദേഹത്തിൻ്റെയാണ്. അപ്പം അദ്ദേഹത്തിന് ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വിട്ടേക്ക്. അത് ഇപ്പം പറഞ്ഞു വരുന്ന വിഷയം എന്താ പറഞ്ഞാൽ ഇതിൽ വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ IUML-ഉം കേരള കോൺഗ്രസും ഇതും കൂടെ കൂടി യഥാർത്ഥത്തിൽ എന്താ കോമ്പിനേഷൻ? ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഇത് നമ്മുടെ സുരിയൻ കത്തോലിക്കരും മുസ്ലിമുകളും നായന്മാരും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് ഒറിജിനലി. അല്ലാതെ നിങ്ങൾ പറയണ്ട. അപ്പുറത്തെ ഭാഗത്ത് ഈ എല്ലാ വോട്ടും രാഷ്ട്രീയമാണ്, എല്ലാവരും വർഗീയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. രാഷ്ട്രീയ വോട്ട് അപ്പുറത്തുണ്ട്. അതുമാതിരി ഒരു 50% വോട്ട് രാഷ്ട്രീയമായിട്ടുണ്ട് നമുക്ക് കൂട്ടാം. 50% വോട്ടെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. 15% മുസ്ലിമും 15% റഫ് സവർണ വോട്ടും 15% ക്രിസ്ത്യൻ വോട്ടും എന്നൊക്കെ കൂട്ടിയിട്ട് റഫായിട്ട് ഒരു കാൽക്കുലേഷൻ. എന്തായാലും ഒരു സ്വത്ത രാഷ്ട്രീയത്തിന്റെ സെറ്റപ്പ് ആയിരുന്നല്ലോ UDF. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ അനാവശ്യമായിട്ട് ഇത് വലിച്ചു നീട്ടരുത്. ഇത് വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള വർഗീയ. അതുകൊണ്ട് മുസ്ലിം ലീഗും ഓരോർച്ച തീരുമാനം എടുക്കണം. പിന്നെ കോൺഗ്രസ് ആൾസോ, ഇത് നമ്മൾ പറയുമ്പോൾ ഓർവെല്യൻ ഡബിൾ സ്പീക്ക് എന്ന് പറയും. അതായത് സംസാരിക്കുമ്പോൾ മനസ്സിലല്ലേ, തമാശയിൽ ഞങ്ങൾ മൂമേ റാം അവർ ദിൽമേ നാത്തുറാം എന്ന് പറയുന്നത്. നാത്തുറാം ഗോഡ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് രാമന്റെ പേര് ചൊല്ലണമാതിരി അങ്ങനെ ചൊല്ലുന്നതിൽ യാതൊരു അർത്ഥമില്ല. ലീഗിന് കൊടുക്കേണ്ടതാണെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. അവർക്ക് അർഹതപ്പെട്ടതാണ്, ഒരു സംശയമില്ല. CPIയുടെ കാര്യം മാത്രം പറയണ്ട. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ കക്ഷിക്ക് നോക്കിയാലും അവരെ വോട്ട് പെർസെൻറ്റേജ് വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും കുറവ് കൊടുത്തിട്ടുള്ളത് ലീഗിനാണെന്നൊരു വസ്തുതയാണ്. ഇപ്പം ലീഗിനെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനോ ലീഗിനോട് ബന്ധപ്പെട്ട ഒരാളൊന്നുമല്ല ഞാൻ ഒരു നിരീക്ഷണം നടത്തിയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് കൊടുക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ തീരുമാനിക്കുക. അല്ലാതെ വർഗീയത വളരും എന്ന് പറഞ്ഞുകൊണ്ട് അത് അന്ന് 5ാം മന്ത്രിയുടെ കാര്യം ഞാൻ പറയാം. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് തിരിച്ചും പറയാലോ. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ അന്ന് ഉണ്ടായിരുന്ന ആദ്യം തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി. അന്ന് അലി ഒരു MLA ആയിട്ട് കൂറുമാറി വന്നതാണ്. അപ്പം അദ്ദേഹത്തെ പാർട്ടി വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലീഗ് പാർട്ടിയിൽ ചേർത്തത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വതന്ത്രനായി, അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ടുള്ള ഒരാൾക്ക് കൊടുത്തതിനെ പ്രശ്നമാണ് അവസാനിച്ചത്. ഇതിന് പകരം അത് വെച്ച് നീട്ടിയിട്ട് അവസാനം പാണക്കാട് പ്രഖ്യാപിക്കാൻ എൻ്റെ ഓർമ്മ ശരിയുണ്ട്. അതായത് അലി മന്ത്രിയാവും. അതിലാണ് പിന്നെ ക്ഷുഭിതരായിട്ട് പ്രശ്നം ഉണ്ടാകും. മീഡിയയിലൊക്കെ ചർച്ചകളൊക്കെ വരികയൊക്കെ ചെയ്ത്. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ഇതിനൊരു സൊല്യൂഷൻ കാണും. പിന്നെ ലീഗിന് ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. ലീഗിനെ മാടി വിളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അനിൽ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നമുക്കൊക്കെ അറിയാലോ. ലീഗിനെ ആദ്യം തന്നെ പറയുന്നത് നല്ല, എന്നെക്കാട്ടും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗോവിന്ദൻ മാസ്റ്ററാണ് ഏറ്റവും. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. മുമ്പ് ലീഗ് വർഗീയ പാർട്ടിയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു വർഗീയ പാർട്ടി അല്ല. സുപ്രീം കോടതിയിൽ ലീഗിനെതിരായിട്ടുണ്ട് കേസ് കൊടുത്തപ്പോൾ അതൊരു വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അല്ല എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് അർത്ഥമാണ്. അനാവശ്യമായിട്ട് ഇത് വെച്ച് നീട്ടി ഇതിനെ വർഗീയവൽക്കരിക്കാനായിട്ട് ഒരു സന്ദർഭം ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ലീഗിന് അർഹതപ്പെട്ടതാണ് അത് കൊടുക്കൂ, ഇല്ലെങ്കിൽ അത് കൊടുക്കണ്ട. ഏതെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കട്ടെ, അതാണ് നല്ലത്. ഓക്കെ, ശ്രീ ഇക്ബാൽ ബാബുവോട്, ലീഗിന് അങ്ങനെ ഒരു നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത് അങ്ങനെയാണ്. LDFന്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലീഗിനൊരു പോക്കിടമില്ല എന്നൊരു നിലപാട് CPM-ന് ഉണ്ടോ? ക്ഷമിക്കണം, കോൺഗ്രസിനുണ്ടോ? അതുകൊണ്ടാണോ ഈ പറയുന്ന കടും നിലപാട് സ്വീകരിക്കുന്നത്? മൂന്നാമതൊരു സീറ്റില്ല, അതിൽ ചർച്ച എത്രയായാലും മുന്നോട്ട് പോകില്ല എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് എത്തി നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് വളരെ കാലം മുമ്പ് തന്നെ ഉന്നയിക്കുന്നതാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ
മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും നയവും നിലപാടുകളും പഠിക്കാൻ വേണ്ടി ചില വിദ്യാർത്ഥികൾ രൂപീകരിച്ച ബാഫക്കി സ്റ്റഡി സർക്കിൾ എന്ന സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ മുസ്ലിം ലീഗ് മലബാറിൽ 5 സീറ്റുകൾ വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാധീനമുള്ള പാർട്ടിയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ കണക്കുകൾ അനുസരിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അങ്ങേക്ക് സംസാരിക്കുന്നതിനോ അങ്ങോട്ട് കേൾക്കുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങ് ഇടയ്ക്ക് നിർത്തി സംസാരിക്കുന്നതിനോ ചോദിക്കുന്നതാണ്. കേൾക്കുന്നതിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അങ്ങ് തുടർച്ചയായി സംസാരിച്ചോളൂ കേട്ടോ, ഞങ്ങൾക്ക് കേൾക്കാം. ഓക്കെ. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 1962 മുതൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ മത്സരിച്ചു വരുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2024 എത്തി നിൽക്കുമ്പോഴും വെറും 2 മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയായി നിലനിൽക്കുന്നു എന്നത് മുസ്ലിം ലീഗിൻ്റെ വളർച്ചയെ പാർട്ടിയും അതുപോലെ പാർട്ടി നിലനിൽക്കുന്ന UDF മുന്നണിയും പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് അടയാളപ്പെടുത്തുന്നത്. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ 56 നിയമസഭാ മണ്ഡലങ്ങളിൽ പരിഗണിക്കുമ്പോൾ കോൺഗ്രസിനേക്കാളും ശക്തി പ്രകടിപ്പിക്കാനും വിജയിക്കാനുള്ള മാർജിൻ നേടിയെടുക്കാനും അതുപോലെ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ വരെ കോൺഗ്രസിൻ്റെ കൂടെ നിലനിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വരെ വിജയിപ്പിക്കുന്ന ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ലീഗിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ ലീഗിന് 3ാമത് 4ാമത് സീറ്റ് കൊടുക്കണമെന്ന് പറയുകയും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ ഈ തവണയെങ്കിലും മറികടക്കാനുള്ള ഒരു സാധ്യതയാണ് ഒരു അക്കാദമിക് പഠനത്തിലൂടെ ബാഫക്കി സ്റ്റഡി സർക്കിൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്ബാൽ ബാബുവോട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനും അതേ ക്ലെയിം തന്നെ ഉന്നയിക്കാമല്ലോ. കോൺഗ്രസും വളരുകയാണ്, കോൺഗ്രസിന് ഒരു തരത്തിലും അങ്ങനെ നിൽക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകളൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാമല്ലോ. കഴിഞ്ഞ തവണയാണെങ്കിൽ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയാണ് അതിന് ഏറ്റവും വലിയ ഫാക്ടറായി കോൺഗ്രസ് വിലയിരുത്തുന്നത്. പൂർണ്ണമായും 19 സീറ്റുകൾ UDFന് കൈവന്നത് കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം, കോൺഗ്രസ് ആണ് BJPക്ക് എതിരിട്ട് ദേശീയ തലത്തിൽ നിൽക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവ്, വോട്ടർമാരുടെ തിരിച്ചറിവ് എന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നതെങ്കിൽ അവിടെ നിന്നൊരു സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കേണ്ട എന്ത് ആവശ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് ലീഗിനെ പോലെ തന്നെ കോൺഗ്രസിനും ചിന്തിക്കാമല്ലോ. ഈ പഠനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളൊന്ന്, 1962 CH മുഹമ്മദ് കോയ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയും പിന്നീട് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥി ലോക്സഭയിലെത്തുകയും ചെയ്തു. പക്ഷേ കാലം ഇതുവരെ ഈ 2 ലോക്സഭാ മണ്ഡലം എന്നത് കോഴിക്കോട് മാറി പൊന്നാനി ആയെങ്കിലും ഈ 2 ലോക്സഭാ മണ്ഡലം എന്നത് 3ാമതൊന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ വളർച്ചയെ പരിഗണിക്കുന്ന തരത്തിൽ കോൺഗ്രസ് ഇതുവരെ സീറ്റ് വിഭജനം നടത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടിയെങ്കിൽ പോലും ആ വിജയത്തിൻ്റെ ചാലകശക്തിയായി വർത്തിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം മലബാറിലെ 56 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1987 ശേഷം കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ കോൺഗ്രസിന് നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2001 കൊയിലാണ്ടി മണ്ഡലത്തിലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും വിജയിച്ചതിന് ശേഷം ഇതുവരെ ഒരു കോൺഗ്രസ് MLA കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ കാസർഗോഡ് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും കണക്കുകൾ നോക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗാണ് UDFനെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ വയനാട് മണ്ഡലത്തിൽ നോക്കുമ്പോൾ വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ സ്വാധീനമുള്ള പാർട്ടിയാണ്. അതുപോലെ വടകര മണ്ഡലവും കണ്ണൂർ ലോക്സഭാ മണ്ഡലവും പരിഗണിക്കുമ്പോൾ അവിടെയും കൃത്യമായ സ്വാധീനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ ഈ 8 മലബാറിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു 3 എണ്ണമെങ്കിലും മുസ്ലിം ലീഗിന് കിട്ടേണ്ട അർഹതയുണ്ട്. ഇത് കോൺഗ്രസ് പറയുന്നു എന്നതിനപ്പുറത്ത് ഇത് പ്രായോഗിക തലത്തിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല, അവിടെയുള്ള പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അഥവാ കോൺഗ്രസ് നേതൃത്വത്തിന് മുസ്ലിം ലീഗിനെ പരിഗണിക്കാനുള്ള വൈമനസ്യമാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്
വിന്നിംഗ് കാപ്പബിലിറ്റി, അതായത് ഈ സീറ്റുകൾ വിജയിച്ചെടുക്കാനുള്ള ശക്തിയെ കോൺഗ്രസ് തിരിച്ചറിയാത്തത് കൊണ്ടാണോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അഥവാ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പോലും മുമ്പ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും വരെ വിജയിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന, അതായത് പൊന്നാനിയിലും മലപ്പുറത്തും മാത്രം മത്സരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് കോൺഗ്രസിനെ പോലെ തുല്യ ശക്തിയുള്ള കോഴിക്കോട്, വടകര പോലെയുള്ള മണ്ഡലങ്ങളിലും, കാസർഗോഡ് പോലെ ലീഗിന് കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ കണ്ണൂർ, വയനാടൊക്കെ കോൺഗ്രസിന് തുല്യമായ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് ലീഗ്. അപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ വിട്ടു നൽകാൻ കോൺഗ്രസിന് തീർച്ചയായും ബാധ്യതയുണ്ട്. ആ ബാധ്യത ചരിത്രപരമായി കോൺഗ്രസ് നിറവേറ്റിയിട്ടില്ല എന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഞാൻ വരാം ശ്രീ ഇക്ബാൽ ബാബുவோട്. അഡ്വക്കേറ്റ് VR അനൂപ്, ലീഗ് അങ്ങനെ പെട്ടെന്ന് ഒരു സീറ്റ് മോഹിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പറയുന്നതല്ല. ഇക്ബാൽ ബാബുவோട് പറയുമ്പോൾ ഏതൊക്കെ സീറ്റുകളിൽ എത്ര വോട്ടുകൾ ഏതൊക്കെ കാലത്ത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, എവിടെയൊക്കെ കോൺഗ്രസിന് വലിയ ചാലകശക്തിയായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ലീഗ് കൃത്യമായി പഠിച്ച് കാലാകാലങ്ങളിൽ ഈ പറയുന്ന വിശേഷണങ്ങൾക്കപ്പുറത്ത്, ഈ പറയുന്ന എന്താ പറയുക, മധുരമുള്ള വാക്കുകൾക്കപ്പുറത്ത് ലീഗിനോട് ചെയ്യാത്ത രാഷ്ട്രീയ നീതി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് സീറ്റ് ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അനിൽകുമാർ പറയുന്നു, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന ഒറ്റ സീറ്റ് നിങ്ങൾക്ക് കേരളത്തിലില്ല എന്ന്. ലീഗ് ഒരു സുപ്രഭാതത്തിൽ വന്ന് സീറ്റ് ചോദിച്ചു എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. ആ അർത്ഥത്തിലുള്ള ഞാൻ എൻ്റെ സംഭാഷണം തുടങ്ങിയത് തന്നെ ലീഗിൻ്റെ അർഹതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന ബഫാക്കി സ്റ്റഡി സർക്കിൾ JNUവിലെ അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. JNUവിൽ അവരുടെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, അവരുടെ ക്ലെയിമുകളുടെയൊക്കെ ആധികാരികതയെക്കുറിച്ചൊന്നും ഞാൻ അതുമായി ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഫസൽ ഗഫൂർ സാർ നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. പക്ഷേ അദ്ദേഹം വസ്തുതകൾ പൂർണ്ണമായി പറയണം. 5ാം മന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണത്തിന് ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടില്ലേ? അമീർ, ഹസൻ, കുഞ്ഞാലിക്കുട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന്, കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചിട്ടുള്ളതിൽ ഇടതുപക്ഷത്തിന് പങ്കില്ലേ? അതേസമയം ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ ഘടന നമുക്ക് പരിശോധിക്കണം. 9 മന്ത്രിമാർ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ്. ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടന നടന്നപ്പോൾ അത് 11ആയി. 5ാം മന്ത്രി വിവാദമാവുകയും 11ാം മന്ത്രി വിവാദമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടി ഫസൽ ഗഫൂർ സാർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ സത്യസന്ധത അംഗീകരിക്കാം. ഒരു വശം മാത്രം പറഞ്ഞ് അദ്ദേഹം പോകരുത്. കാരണം ഇടതുപക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചൊരു സാമുദായിക ധ്രുവീകരണത്തോട് ചിലപ്പോൾ കോൺഗ്രസ് പകച്ചു നിന്നിട്ടുണ്ടാകാം. പക്ഷേ ഇടതുപക്ഷമാണ് ഒരു വശത്ത് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഇവിടെ കളിക്കാൻ ശ്രമിച്ചൊരു മൃദു ഹിന്ദുത്വ കാർഡുണ്ട് അനിൽകുമാറിൻ്റെ പാർട്ടി. അനിൽകുമാറിൻ്റെ പാർട്ടി പറയേണ്ട ഒരു ഉത്തരമുണ്ട്. 5ാം മന്ത്രിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു 11ാം മന്ത്രി ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ ക്ലെയിമിനെ നിങ്ങൾ കണ്ടിരുന്നൊരു രീതിയുണ്ടല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്ന പ്രേമത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. നമുക്കറിയാം മുസ്ലിം ലീഗിന് രാഷ്ട്രീയ മാന്യത കിട്ടിയിട്ടുള്ളത് ഏത് മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോഴാണ്? ശരീഅത്ത് വിവാദത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന അഖിലേന്ത്യാ ലീഗിന് പിന്നീട് ആ മുന്നണി വിട്ട് പോകേണ്ടി വന്നു. അഹമ്മദ് സാഹിബിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞതെന്താ? അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം കൊടുത്തു. അതൊരു കേവലം ഒരു അക്കത്തിൽ എഞ്ചോടി കണക്കിന് ആസ്പദമാക്കിയിട്ടുള്ള ബന്ധമല്ല. അതുകൊണ്ടാണ് അഹമ്മദിനെ പോലെ ഒരു MP ആയിരുന്ന ഒരാൾ, കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഒരാൾ എയിംസിൽ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സോണിയാഗാന്ധി അദ്ദേഹത്തിന് മൃതശരീരം വിട്ടുകിട്ടാൻ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ലീഗിന്റെ സഹായമില്ലാതെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലവുമില്ലേ കോൺഗ്രസിന്? അല്ല, അതൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിലും പറയാം. ഞാനൊരു ചരിത്രം പറയട്ടെ. വെളിയം ഭാർഗവനും പിണറായി വിജയനും തമ്മിൽ പൊന്നാനി സീറ്റിനെ സംബന്ധിച്ച് തർക്കം വന്നു. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്നതാണല്ലോ, ഒറ്റയ്ക്ക് നിന്നപ്പോൾ CPIക്ക് എത്ര സീറ്റ് കിട്ടി, CPMന് എത്ര സീറ്റ് കിട്ടിയെന്ന്. പിളർപ്പിനെ തുടർന്ന് അപ്പോൾ വെളിയം ഭാർഗവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കാണ് നിന്നത്, മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് കൂടിയാണ് CPIയേക്കാൾ വലിയ പാർട്ടിയായി മാറിയതെന്ന് വെളിയം ഭാർഗവൻ കൊടുത്ത മറുപടി രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ CPMനെ CPIയേക്കാൾ വലിയ പാർട്ടിയാക്കുന്നതിൽ മുസ്ലിം ലീഗിന് നിർണായകമായ പങ്കില്ലേ? മുസ്ലിം ലീഗിൻ്റെ ചെലവിൽ അവർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ?
കോൺഗ്രസ് നേതാക്കന്മാർ പോലും മുസ്ലിം ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻസ് അംഗീകരിക്കുന്നവരാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എന്താ, വഫാക്കി തങ്ങൾ സ്റ്റഡി സർക്കിൾ അങ്ങനെ റിസർച്ചുമായി മുന്നോട്ട് വരുമ്പോൾ ആധികാരികമായി മുന്നോട്ട് അവർക്കതിനുള്ള ക്ലെയിം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും കൂടി ചേർന്നാണല്ലോ. സമ്മതിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് തുടർച്ചയായി സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാചകങ്ങൾക്കോ വാക്കുകൾക്കോ ഒരു പഞ്ഞവുമില്ല. പക്ഷെ നിങ്ങൾ സീറ്റ് മാത്രം കൊടുക്കുന്നില്ല. അത് അനീതിയാണെന്നാണ് ലീഗ് ചിന്തിക്കുന്നതെങ്കിൽ അല്ല, അത് മുസ്ലിം ലീഗ് ഇതിപ്പോൾ ഒരു മുന്നണി ചർച്ചയിൽ AAPയും കോൺഗ്രസും തമ്മിൽ മുന്നണി ചർച്ച, സീറ്റ് തീരുമാനം ഡൽഹിയിലായി, ഹരിയാനയിലായി. ഒരു മുന്നണി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിക്ക് അവരുടെ ക്ലെയിമുകൾ വളരെ സമർത്ഥമായി മുന്നോട്ട് വയ്ക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് അവർ മുന്നോട്ട് വെച്ചു. കോൺഗ്രസിൻ്റെ കാര്യം പറയും, അതിപ്പോഴും മുന്നണിയുടെ UDFൻ്റെ ഭാഗമാണ്. പിന്നെ അനിൽകുമാറിന് ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മുന്നണിയിൽ അടിമ ഉടമ ബന്ധമില്ല. ജനതാദളിൻ്റെ വർഗീസ് ജോർജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സീറ്റില്ല എന്നുള്ള വിവരം അറിയുന്നത് എപ്പോഴാണ്? RSPക്ക് സീറ്റില്ല എന്നുള്ള വിവരമൊക്കെ ആ സമയത്ത് അറിയുന്ന CPM സീറ്റ് പിടിച്ചെടുത്ത് വിവരം അറിയിച്ചപ്പോൾ ഇറങ്ങി പോരേണ്ടി വന്ന സ്ഥിതിയാണ്. കേരള കോൺഗ്രസ് മാണിയുടെ നേതാവ് തോമസ് ചാഴിക്കാടൻ നേരിട്ട ദുസ്ഥിതി പിണറായി വിജയൻ പരസ്യമായ അപമാനിച്ചു വിട്ടില്ല അദ്ദേഹത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുസ്ലിം ലീഗിനാകട്ടെ കേരള കോൺഗ്രസിനാകട്ടെ അവരുടെ മാന്യത ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ഈ പ്രശ്നങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടും ഇരുന്നു കൊണ്ട് നേതൃത്വം പരിഹരിക്കും. KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, പരിഹരിക്കുന്നത് തന്നെയാണ്. മുസ്ലിം ലീഗ് അതിന്റെ ഡിമാൻഡ്സ് പറഞ്ഞു, അവരുടെ ക്ലെയിം പറഞ്ഞു, അതിന് ആധികാരികമായ കണക്കുകൾ അവതരിപ്പിച്ചു. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ മുന്നണി ഇതിനെ ചൊല്ലി തകർന്നു പോകുമെന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ്. ഈ അതിനോട് കോൺഗ്രസ് വലിയ തോതിൽ എന്താ പറയാ ഒരു സമവായ മനോഭാവത്തോടെ പെരുമാറുമ്പോൾ തന്നെ CPM പെട്ടെന്ന് ചാടിക്കയറി ലീഗ് അധപ്പതിച്ചു പോയിരിക്കുന്നു, ലീഗിനെ ശക്തി ക്ഷയിപ്പിച്ചിരിക്കുന്നു, ലീഗിനെ പരിഹസിക്കുന്നു, ലീഗിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ലീഗിന്റെ പഴയ പാരമ്പര്യം എവിടെ, ലീഗിന്റെ പഴയ ശക്തി എവിടെ, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല അഡ്വക്കേറ്റ് VR അനൂപ് പറയുന്നൊരു കാര്യം, നിങ്ങൾ അതിനെ സാമുദായികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു കൈവിട്ട കളി CPM കളിക്കുന്നുണ്ടോ? ഒന്ന്, ബഹുമാനപ്പെട്ട തോമസ് ചാഴിക്കാടനെ കുറിച്ച് തെറ്റായൊരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തിരുത്തേണ്ടതുണ്ട്. നവകേരള സദസ്സിൻ്റെ വേദി എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്നുള്ളത് സംസ്ഥാന തലത്തിൽ പ്രോട്ടോക്കോളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ആ സമയത്ത് ഉന്നയിക്കപ്പോൾ ഇതിങ്ങനെയല്ല ഉന്നയിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അത് ബഹുമാനപ്പെട്ട MPയും ആ സന്ദർഭത്തിൽ ആ നിലയ്ക്ക് അത് അഡ്മിറ്റ് ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും അനുഭവപൂർണ്ണമായ തീരുമാനം ഗവൺമെൻറ് എടുത്തു. റബ്ബറിന് വില 170 എന്നുള്ളത് 180 രൂപയാക്കി തറവില വർദ്ധിപ്പിച്ചു. അപ്പോൾ തോമസ് ചാഴിക്കാടനെ പരിഹസിക്കാനാണോ? കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, കർഷക സംഘടനകൾ മുന്നോട്ട് വന്ന് സമരം നടത്തിയപ്പോൾ അതിൽ കേരള സർക്കാരിനാകാവുന്ന ചെയ്തു, 180 ആക്കി. അതുപോലെ തന്നെ അത് 150 നിന്നിപ്പോൾ 180 ആക്കിയത് LDF ആണ്. അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യമാണ് പാലായിലെ സിന്തറ്റിക് ട്രാക്കിൻ്റെ കാര്യം. അതിന് ബാലഗോപാൽ ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ചേർപ്പുങ്കൽ പാലത്തിൻ്റെ ഉദ്ഘാടനം പൂർത്തിയായി. പക്ഷേ നമ്മൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നടക്കുന്നൊരു പ്രക്രിയ എന്താണ് എന്നതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണെന്ന് മുഖ്യമന്ത്രി ഓർപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ സത്യം വ്യക്തിപരവുമല്ല, അപമാനിക്കലുമല്ല. അതങ്ങനെ കാണണം നിങ്ങൾ. അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. അതല്ലാതെ ഇന്ന് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനാതിരേകത്തോടെ നടത്തിയ ഇടപെടലുകൾ ഇതൊന്നും LDFിലില്ല കേട്ടോ. ഞങ്ങൾക്ക് ആ ശീലങ്ങളില്ല. ചാഴിക്കാടനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപമാനം കാട്ടി എന്ന് പറയുമ്പോൾ എന്താ നടന്നത് ഇന്ന്? അതിൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്. എന്താ പറയുകയാണ്? ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചത് നന്നായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മലപ്പുറത്ത് വന്നു. അപ്പോഴാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ച് പറയുന്നത്. നെഹ്റു പറഞ്ഞു, ചത്ത കുതിരയാണ് ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് CPM പരിഹസിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറയുകയും ലീഗിനോട് ധാർഷ്ട്യത്തോടെ പെരുമാറുകയും ചെയ്തൊരു ഘട്ടത്തിൽ ലീഗും പെരുവഴിയിലായി. ആ ഘട്ടത്തിലാണ് 1965 CPM ഒരു നിലപാട് സ്വീകരിച്ചു. എന്താണ്? പരസ്പരം മത്സരിക്കേണ്ട, മുന്നണിയായിട്ടില്ല. അത് പിന്നീട് വികസിച്ചു വന്ന് CPIയും CPMും ലീഗ് ഉൾപ്പെടെ 67 മുന്നണി ഉണ്ടായി. അതിൻ്റെ ഭാഗമായി കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ സപ്തകക്ഷി മുന്നണിയും അതിൻ്റെ വിജയവും 1967 ചരിത്രമാണ്.
അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. 1960 മുസ്ലിം ലീഗിൻ്റെ നോമിനി സ്പീക്കറായി ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ. സ്പീക്കറായപ്പോൾ കോൺഗ്രസ് ഒരു കണ്ടീഷൻ എടുത്തു, സ്പീക്കറായിരുന്നോട്ടെ, തൊപ്പി വെക്കാൻ പറ്റത്തില്ല. എന്ത് സംഭവിച്ചു? CH മുഹമ്മദ് കോയയുടെ തൊപ്പി ഊരിക്കൊണ്ടാണ് സ്പീക്കർ സ്ഥാനം കൊണ്ടുവന്നത്. ലീഗിൽ നിന്ന് രാജിവെപ്പിച്ചു. ഇങ്ങനെ അപമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപമാനത്തിൻ്റെ പാരമ്യമല്ലേ കോൺഗ്രസ് ലീഗിനോട് കാണിച്ചത്? അത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ട് അവരവരുടെ അടിത്തറ ഉറപ്പിച്ചു, ഇവിടെ സൂചിപ്പിച്ചല്ലോ. പക്ഷെ കോൺഗ്രസിൻ്റെ അടിത്തറ ചോർന്നുപോയി. ലീഗിൻ്റെ അടിത്തറ ഉറപ്പിച്ചു, കോൺഗ്രസിൻ്റെ അടിത്തറ ചോർന്നുപോയി. നമ്മുടെ അന്തരിച്ചു പോയ ആര്യാടൻ മുഹമ്മദ് ലീഗ് തമ്മിലുള്ള യുദ്ധം ഞാൻ പറഞ്ഞു തരണോ? ഇപ്പം എന്താ സംഭവിച്ചത്? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അത് നമ്മൾ നോക്കുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? ഇന്നത്തെ ആ 3-ാം സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിന് വില കൊടുക്കേണ്ടി വരുന്നതിന് യഥാർത്ഥത്തിൽ 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനോടൊരു ബന്ധമുണ്ട്. ഉത്തരേന്ത്യയിൽ അമേഠിയിൽ കുറ്റി പറയുന്ന കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി തെക്കോട്ടൊരു പോക്ക് പോന്നു. രാഹുൽ ഗാന്ധി വന്ന് വീണ മണ്ഡലമേതാ? നിങ്ങളെന്തിനാ വയനാട്ടിൽ പോയേ? കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് അല്ലെ കേരളത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള മണ്ഡലം വയനാടാ. അത് ഞങ്ങൾക്ക് തീരെ മനസ്സിലായില്ല. അപ്പോൾ വയനാട്ടിൽ പോകാൻ കാരണം എന്താണ്? മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന UDFൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വയനാടിനെ ആശ്രയിക്കാതെ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായി പാർലമെൻറ്റിലെത്താനാവില്ല. മുസ്ലിം ലീഗിന് ഇത്തരമൊരു സാഹചര്യം വന്നു. ആ സാഹചര്യത്തിന്റെ ഭാഗമായി വയനാട്ടിൽ ലീഗ് ഇത്രയും നേരം പറഞ്ഞത് മുസ്ലിം ലീഗിനെ കീഴ്പ്പെടുത്തി നിൽക്കുന്നതല്ല, മുസ്ലിം ലീഗിനെ കീഴ്പ്പെടുത്തി നിർത്തുന്നു എന്നാണ്. അതെ, സംഭവിച്ചെന്താണ്? അങ്ങനെ കീഴ്പ്പെട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം ലീഗിന് കീഴ്പ്പെടേണ്ടി വന്നു. എങ്ങനെ കീഴ്പ്പെടേണ്ടി വന്നു? വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണ്ടേ? അപ്പോൾ എന്ത് വേണം? വയനാട് സീറ്റെന്ന് പറയുന്നത് മത്സരിച്ചുകൊണ്ടിരുന്ന മുമ്പ് ഷാനവാസാണ്. ആ സീറ്റ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കിട്ടണം. ലീഗുമായിട്ട് സംഭാഷണമായി. അപ്പോൾ ലീഗുകാർ പറഞ്ഞു, UDF പറഞ്ഞു 3 സീറ്റ് വേണ്ട, ലീഗ് പറഞ്ഞു 2 സീറ്റ് മതി. കഴിഞ്ഞ കൊല്ലം 3 സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ലീഗിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ കഴിയൂ എന്ന സാഹചര്യം വരികയും ആ ആശ്രയത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ 5 കൊല്ലം അങ്ങേക്കും VR അനൂപിനും അതിന് മറുപടി പറയാം. അവിടെ T സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി വന്നത്. അപ്പോൾ ലീഗിൽ നിന്നല്ല ആ സീറ്റ് രാഹുൽ ഗാന്ധി എടുത്തത്, T സിദ്ദിഖിൽ നിന്നാണ്. അനൂപ് അങ്ങനെയല്ലേ? അല്ല, പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സീറ്റിലും പ്രഖ്യാപനം നടത്തിയില്ല. ഒരു സീറ്റിലും പ്രഖ്യാപനം നടത്തിയില്ല. പക്ഷേ T സിദ്ദിഖാണ് ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി വന്നാൽ സന്തോഷത്തോടെ മാറി നിൽക്കുമെന്നടക്കം T സിദ്ദിഖിന്റെ പ്രതികരണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 5 വർഷക്കാലം മുമ്പാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ കൺഫ്യൂഷൻ വന്നുള്ളൂ. T സിദ്ദിഖ് തന്നെയാണ് അതിൽ ക്ലെയിം ചെയ്തിരുന്നത് ആ സീറ്റിൽ. അതെ, അതിൽ ക്ലിയർ ആണ്. നമ്മുടെ പോയിന്റ് അവിടെ അല്ല. നമ്മുടെ പോയിന്റ് എന്താണ്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ അതെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിന്റെ വിലയാണ് ഇപ്പോൾ പ്രധാനമായും ലീഗിന് മുന്നിൽ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ലീഗിന്റെ സൗകര്യം വേണ്ടി വന്നു. അതിന്റെ ഭാഗമായി കോൺഗ്രസിനുണ്ടായ ക്ഷീണം എന്താണെന്നുള്ളത് ലീഗിന് നന്നായി മനസ്സിലായി. ലീഗിന് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി കുറഞ്ഞു എന്നുള്ള ശരിയായ തിരിച്ചറിവ് നിന്നുകൊണ്ടും പറയുകയാണ് കോൺഗ്രസും ലീഗും ഇടതുപക്ഷവും എല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യ രാജ്യത്ത് മോദിക്കെതിരായൊരു സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നത്. ആ സംവിധാനത്തിനോടുള്ള അംഗീകാരമാണ് മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം. അത് കോൺഗ്രസ്സുകാർ അനുവദിക്കുക അല്ലെങ്കിൽ ആ കോൺഗ്രസ്സുകാർ അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ തീരുമാനപ്രകാരം സംഭവിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഒറ്റ വാക്കോടോ, ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ഫലം വന്നു. 10 സീറ്റിൽ UDF ജയിച്ചു. അതിൽ 7 സീറ്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെതാണ്. അപ്പോൾ തോൽവിയുടെ ഹിറ്റ് റേറ്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ തോറ്റത് കോൺഗ്രസ്സാണ്. മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചത് ലീഗാണ്. അത് ഇന്നലത്തെ ഇതിൻ്റെ വാർത്തയാണ്. ഇതിനർത്ഥം ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, അതാണ് കോൺഗ്രസിൻ്റെ സാഹചര്യമെങ്കിൽ ലീഗ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടിത്തറ നിലനിർത്താനാകുന്നുണ്ട്. ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? LDFൻ്റെ ആത്മവിശ്വാസം ഞങ്ങളുടെ അടിത്തറ ഉപലപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നണിയായിട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ മുഖത്തുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലെ കരുത്ത്. ശ്രീ ഫസൽ ഗഫൂർ, പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ലീഗ് അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും നിലവിൽ കാണാനില്ല.
കോൺഗ്രസിന് സീറ്റ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം കേരളത്തിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് സംഭാവനയുള്ളത്. പാർലമെന്റിൽ പോയി നിൽക്കുമ്പോൾ ഒരു സീറ്റ് എണ്ണം കൂടി കുറയും എന്നുള്ളതാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. നാളെ നടക്കുന്ന ചർച്ചയിൽ അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ? ഇതിലൊരു സമവായം കണ്ടെത്താൻ UDF-ന് കഴിയുമോ? ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ അനൂപ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫസൽ ഗഫൂർ CPM-ന്റെ ഇതിനെ പറ്റിയിട്ട് ഫസൽ ഗഫൂർ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ CPM-ലെ ജാതി വ്യവസ്ഥയെ പറ്റി സംസാരിക്കുമ്പോൾ ഒറ്റ വാക്കിലൊരു മറുപടി വരും, ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ. യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ പാർട്ടി ഇല്ലാതായത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടിയിട്ട് NT രാമറാവു പിന്നോക്ക സമുദായ സംവരണമായിട്ട് വന്നതുകൊണ്ട് എന്നൊക്കെ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള. അതുകൊണ്ടത് പറയാത്ത, കാരണം ഇത് വീണ്ടും പറഞ്ഞാൽ അത് തന്നെ അനിൽ പറയാനോട് തെറ്റി. ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ലാത്തൊരു കാര്യം, ഞങ്ങൾ ഈ ജാതി മത കാര്യങ്ങളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ നിർണയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാര്യം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയാതിരുന്നത്, പറയാതിരിക്കാൻ അതിന്റെ സമയം വരുമ്പോൾ ഞാൻ പറയും. അങ്ങനെയൊന്നും അല്ല ശ്രീ ഫസൽ ഗഫൂർ. നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാം ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന്. എത്ര ജാതി പറയുന്നില്ല എന്ന് പറഞ്ഞാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ ജാതി സമവാക്യങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ മാധുവിന്റെ കൂടെയാണ് അക്കാര്യത്തിൽ. പക്ഷെ അപ്പുറത്തെ വശത്തുനിന്ന് കക്ഷിയുടെ റിപ്ലൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ഥിതി വിവര കണക്കുകൾ വെച്ച് കാര്യങ്ങൾ വഷളാക്കണ്ടെന്നുള്ള നിൽക്കാം. അപ്പോൾ തിരിച്ച് നമുക്ക് വരാം. നാളെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗിൽ ഞാൻ ഇന്ന് തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളത്. ലീഗ് ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത്? ലീഗ് നീട്ടി എറിഞ്ഞിരിക്കുകയാണ്. ഇനി എറിഞ്ഞോടത്തുനിന്ന് ലീഗ് അങ്ങനെ തിരിച്ചു വരും. മാത്രമല്ല, പൊതുവെ തന്നെ ഞങ്ങളെ ഈ മുസ്ലിം സംഘടനകളുടെയൊക്കെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുമല്ലോ. പൊതുവെ മുസ്ലിം സംഘടനകൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇത് ലീഗിന് കൊടുക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം അവർ ഫുള്ള് ലീഗിന്റെ ആൾക്കാരല്ല തന്നെ. അവരിൽ പലരും CPM ആയിട്ടൊക്കെ തന്നെ ബന്ധമുള്ളവരാണ്, കോൺഗ്രസ് ആയിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷെ അവർ പറഞ്ഞതൊരു അന്യായം. അവർ കാണുന്നത് മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഒരു അന്യായമായിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൊത്തം സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിന് അതിന്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സീറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കേന്ദ്രമന്ത്രി സ്ഥാനം നമ്മൾ EAMനെ പറ്റി പറഞ്ഞു അനൂപ്. ഞാൻ ചോദിക്കട്ടെ അനൂപ്, കോൺഗ്രസ് VA സെയ്ദ് മുഹമ്മദ് 1975-ലോ 76-ലോ, റഹീം 1981-ൽ, ഇത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് എത്ര പേര് കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടായിട്ടുണ്ട്? മുസ്ലിമുകൾ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം CPM കൊടുത്തുന്ന അങ്ങനെ ഇല്ല. ഞാൻ ആ നിലക്കല്ലല്ല പറയുന്നത്. CPM കൂടുതൽ കൊടുക്കുന്നില്ല, CPM അംഗീകരിച്ചിട്ടില്ല, അത് വിട്ടേക്ക്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും ഇത്രയും പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എല്ലാ ചാനലുകളിലും ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്, മീഡിയ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ. ഇന്നിപ്പോൾ KVS ഹരിദാസ് പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കുന്നു BJP-യുടെ. അതേസമയം ഇന്നലെ TG മോഹൻദാസ്, അതും BJP-യുടെ തന്നെയാണ്, അദ്ദേഹം RSSന്റെ താത്വികന്റെ ആചാര്യനാണ്. അദ്ദേഹം ഇന്നലെ ഒരു സ്പെഷ്യൽ ഒരു എപ്പിസോഡ് അദ്ദേഹം ചെയ്തുകൊണ്ട് ചാനലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലീഗ് മാന്യന്മാരുടെ മറ്റേ എന്താ പറയുക തറവാടികളുടെ പാർട്ടിയാണെന്നും അവർക്ക് അർഹതപ്പെട്ടതാണ് 3 സീറ്റെന്നും. അപ്പം ഇന്നിപ്പോൾ കേരളത്തിൽ മുഴുവൻ ചർച്ച. ഇനി ഇത് എന്ത് പറഞ്ഞിട്ടാണ് ലീഗ് പുറകോട്ട് പോവുക? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ വളരെ ഒരു സെക്കുലറായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൽ കാണുന്നുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ അവർ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മുസ്ലിം സമുദായം വേറെ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കോൺഗ്രസ് ഉള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം മെച്ചങ്ങളൊക്കെ കിട്ടിയത്. HR കമ്മീഷൻ, അല്ലെങ്കിൽ അയോധ്യയുടെ വിഷയം, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ. ലീഗിൽ 2 തരത്തിലുള്ള ചിന്തകളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. CPM-നൊപ്പം പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ഘടകമുണ്ട് അവിടെ. ഒന്ന്, കേന്ദ്രത്തിലുള്ള ഭരണനഷ്ടം, തുടർച്ചയായ സംസ്ഥാനത്തിലുള്ള ഭരണനഷ്ടം, ഭരണപക്ഷത്തല്ലാതെ തുടർച്ചയായി 10 വർഷം നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, ലീഗിന്റെ സാമുദായിക താല്പര്യങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ പ്രകടമാണ് അവിടെ. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം CPM-ലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്നത് ശരിയാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഈ TP ചന്ദ്രശേഖരൻ പദവുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ലാത്തൊരാരോപണം വലിയ ചർച്ചയായി. അതൊക്കെ CPM-നോടുള്ള അന്തർധാര ഒരിക്കലും ശരിയാവുന്നതല്ല, CPM-നോടുള്ള ഐക്യം ഒരിക്കലും ശരിപ്പെട്ടു പോകുന്നതല്ല എന്നുള്ള തുറന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ്. യുദ്ധം വിളിയാണ്. ഇങ്ങനെ 2 ചേരികൾ ലീഗിലുണ്ട്. അല്ല, അത് സൈദ്ധാന്തികമായിട്ടൊരു വിഷയത്തെ പറ്റിയിട്ടാണ് ലീഗിൽ ചേരിയുള്ളത്. ഒന്ന്, പാരമ്പര്യമായിട്ട് അവരെ ബന്ധമുള്ള കോൺഗ്രസ് ആയിട്ട് ചേരണമോ അതോ, അതിൽ ഞാൻ പറഞ്ഞില്ല, ഷാജി മാത്രമൊന്നുമല്ല, MK മുനീർ, ഷാജി തുടങ്ങിയിട്ട് ഒരുപാട് ET മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ CPM ആയിട്ട് ബന്ധം പാടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്.
ഏകദേശം 2 ഗ്രൂപ്പ് ഉണ്ടാവും നമുക്ക് അതൊന്നും ലീഗിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയില്ലല്ലോ. എന്നാൽ കൂടിയിട്ട് മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് ഒരു അഭിപ്രായമുണ്ട്. ഒരുപാട് രാഷ്ട്രീയ ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ CPM എടുത്തിട്ടുള്ള നയങ്ങൾ, ഇപ്പോൾ കാശ്മീരിന്റെ കാര്യം, യൂണിഫോം സിവിൽ കോഡ്, അല്ലെങ്കിൽ അയോധ്യയുടെ വിഷയം, പാലസ്തീന്റെ വിഷയം, ഇതിലൊക്കെ CPM സ്കോർ ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ എന്നുള്ള ഒരു തോന്നൽ കുറച്ച് ആൾക്കാർക്കുണ്ട്. അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അത് പാണക്കാട് സാധിക്കൽ തങ്ങൾ എന്താണ് തീരുമാനം എടുക്കാൻ പോകണം, ആ തീരുമാനം അനുസരിച്ചിട്ട് പാർട്ടിയുടെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് പോവുള്ളൂ. അത് തങ്ങളായിരിക്കും അതിനെപ്പറ്റി തീരുമാനം എടുക്കേണ്ടത്. ശരി, ഒറ്റ കാര്യം കൂടി ശ്രീ ഫസൽ ഗഫൂർ, അതായത് 3 സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണ് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പറയാം. UDF-ൽ നിന്നുകൊണ്ടല്ലേ ഇങ്ങനെ വിലപേശാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്ക് മത്സരിച്ച് LDF-മായി ഒരു വിലപേശലിന് പോയാൽ ഈ പറയുന്ന 3 സീറ്റ് നടക്കുമ്പോൾ അവിടെ CPI നിൽക്കുന്നുണ്ട്, കേരള കോൺഗ്രസിന്റെ വിഭാഗം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി ലീഗിനും കൂടെ ഈ പറയുന്ന 3 സീറ്റ് കൊടുക്കാൻ നിന്നാൽ CPM-ന് സീറ്റില്ല. അങ്ങനെയല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടിയാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് എന്ത് ഗുണം കിട്ടണോ അതിനനുസരിച്ച് അതിന്റെ അണികൾ നിൽക്കും. ഇപ്പൊ നാളെ തീരുമാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ, 1967 ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ മുസ്ലിം ലീഗിനെ, ഈ വിമോചന സമരം അടക്കമുള്ള എല്ലാ കാലഘട്ടത്തിലും CPM-നെ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ കൂടെ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ 2 മന്ത്രിമാരെ കൊടുക്കുകയും മലപ്പുറം ജില്ല ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റിയിട്ട് നമുക്ക് ശരി, സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ വരികയും ചെയ്യാം. ശ്രീ ഇക്ബാൽ വാവോട് നേരത്തെ ശ്രീ VR അനു പറഞ്ഞു, ലീഗുമായുള്ള ഈ ആഭ്യന്തര സീറ്റ് ചർച്ചയും വിഷയങ്ങളും ഒക്കെ അപ്പുറത്ത് സാമുദായികമായി ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 5ാം മന്ത്രിസ്ഥാനം മഞ്ഞളാംകുടി അലി മന്ത്രിയായി വരുന്ന സമയത്ത് വലിയ തോതിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ 3ാം സീറ്റ് എന്ന ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുകയാണെങ്കിലും തീർച്ചയായും അപ്പുറത്ത് അത് BJP ആണെങ്കിൽ അങ്ങനെ, CPM-ന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ അങ്ങനെയൊക്കെ ലീഗിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നൊരു ആരോപണമെങ്കിലും മുന്നോട്ട് വയ്ക്കും. ഇനി അങ്ങനെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവിടാൻ ലീഗിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അത്തരം മൂവ്മെന്റ്സിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നതൊരു ചോദ്യമാണ്. കാരണം ഒരു മുന്നണിയായി പോകുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാകാതെ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുന്ന ചർച്ചകളിലേക്കൊക്കെ എത്തിക്കാതെ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ലീഗിന് കൂടി ഇല്ലേ? മുൻപ് UDF-ലെ ഏറ്റവും വലിയ ക്രൈസിസ് മാനേജർ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു. നമുക്ക് തന്നെ അറിയാം, ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞൂഞ്ഞ് എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാമുദായികമായിട്ടുള്ള വിമർശനങ്ങളാണ്. അതിൽ നിന്ന് വഴിതിരിച്ചുവിടേണ്ട ഉത്തരവാദിത്തം ലീഗിന് കൂടി ഉള്ളതല്ലേ? ഹലോ, 1982 മുതൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും മികച്ച സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഗണിക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അഥവാ ഇത് തള്ളിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. അഥവാ മുസ്ലിം ലീഗിലെ ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ. കാരണം ബഹുജന പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കണം, ദേശീയ തലത്തിൽ കാര്യങ്ങൾ മാറിമറിയുന്നു. BJP അധികാരത്തിൽ വരുന്നു, BJP മുസ്ലിങ്ങൾക്കെതിരായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മുസ്ലിം ലീഗിന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ മുസ്ലിം ലീഗിൽ വളർന്നു വരുമ്പോൾ അപ്പോൾ അവർക്കൊരു ചാൻസ് കൊടുക്കണം. അവർക്ക് പാർലമെൻറ്റിലേക്ക് പോകണമെങ്കിൽ, അതുപോലെ നിയമസഭയിലേക്ക് പോകണമെങ്കിൽ മുസ്ലിം ലീഗിന് തീർച്ചയായും കൂടുതൽ സീറ്റുകൾ വേണം. അതുപോലെ മുസ്ലിം ലീഗ് കൃത്യമായി ഇടപെടാൻ ആഗ്രഹിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അഥവാ കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി, കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ പല നിലപാടുകളും മുസ്ലിം ലീഗിന് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് മുസ്ലിം ലീഗിന് സ്വന്തമായി MP-മാർ വേണം, അതുപോലെ നിയമസഭയിൽ MLA-മാർ വേണം. അപ്പോൾ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിയാണ് മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ 3 സീറ്റ് വേണം എന്ന ഒരാവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. വയനാട് സീറ്റ് ഒരുപക്ഷെ ലഭിക്കുമെന്ന സാധ്യത വരെ ഉണ്ടായിരുന്നു. പക്ഷേ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി വരികയും അതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായി മാറണം എന്നൊരാവശ്യം അണികൾ കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണയോടെ കോൺഗ്രസിന് വിജയിച്ച് കയറാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കോൺഗ്രസ് ഇന്ത്യയിൽ പല ഭാഗത്തും കൂടുതൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ കോൺഗ്രസ്സിലുള്ള പല ആളുകളും
വീണ്ടും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കോൺഗ്രസ് പല സ്ഥലത്തും മത്സരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു. അപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന സാധ്യത ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അഥവാ 2019 അപേക്ഷിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറഞ്ഞതുകൊണ്ടും ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നത് കൊണ്ട് CPM-ന്റെ പ്രാതിനിധ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടും മുസ്ലിം ലീഗിന് ഇതൊരു അവസരമാണ്. അഥവാ തങ്ങളുടെ ആവശ്യങ്ങളെ കോൺഗ്രസിന് കൃത്യമായി പറയാനും കോൺഗ്രസ് മുന്നോട്ട് വെക്കാത്ത ലീഗിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉറക്കെ പറയാൻ ലീഗിന് സ്വന്തം MP വേണം എന്നുള്ളതാണ്. പല വിഷയങ്ങളിൽ ലീഗിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയും തിരിച്ചറിവാണ്. നേരത്തെ അനിൽകുമാർ പറഞ്ഞ അതേ കാര്യം. അല്ല, അത് പണ്ടും പോക്കർ സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പാർലമെൻറ്റ് അംഗത്തോട് കോൺഗ്രസിൻ്റെ തന്നെ MP പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറയേണ്ടതും എനിക്ക് പറയാൻ കഴിയാത്തതുമായ വിഷയങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കാൻ താങ്കളെപ്പോലുള്ളവർ ഉണ്ടാകണമെന്ന്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ സാന്നിധ്യത്തെ, രാഷ്ട്രീയ ആവശ്യകതയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, അതുണ്ടാകണമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. പിന്നെ അനിൽകുമാർ സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അദ്ദേഹം ഒരു തരത്തിൽ പറയുന്നു മുസ്ലിം ലീഗിന് കോൺഗ്രസ് കീഴ്പ്പെടുന്നു, വേറെ തരത്തിൽ പറയുന്നു മുസ്ലിം ലീഗിനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. ഇവിടെ CPM ഉണ്ടാക്കുന്ന നെഗറ്റീവ് എന്താ? മുസ്ലിം ലീഗിനെ കീഴ്പ്പെടാൻ വേണ്ടി കോൺഗ്രസ് യോഗം ചേരുകയാണ്. സീറ്റ് വിഭജന കാര്യത്തിൽ സമവായം ഉണ്ടാകാൻ കഴിയുമോ എന്നുള്ളതാണ് UDF ചിന്തിക്കുന്നത്. പിന്നോട്ടില്ല എന്ന് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞതിൽ ഇനി കോൺഗ്രസ് ആയുമോ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ ആകാംക്ഷ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.